ഡൻ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം കേസ്. അപ്പോൾ കേസ് ഇന്നത്തെ ഒരു വണ്ടി വേണം ഒരു കസ്റ്റം മാച്ചാണ് പോലെയാണ് കേസ്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിനെ നമ്മളെങ്ങനെ എടുത്തിട്ടുണ്ട്, ഡ്രസ് എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ച ഒരു സെൻസ് ഇട്ടുകൊണ്ടാണ് കേസ് ഇത്രയും നല്ലതായിട്ട് എനിക്ക് കളിക്കാൻ പറ്റുന്ന ഡ്രസ് എടുത്തിട്ടുണ്ട്. വണ്ടാപ്പ് നല്ല പക്കയായിട്ട് കയറുന്നുണ്ട്. ഇത് പുതിയൊരു ക്രാഫ്റ്റ് ലാൻഡ് മാപ്പാണ്. ഇതിന് ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് ഈ ഒരു ക്രാഫ്റ്റ് ലാൻഡ് മാപ്പ് അറിയത്തില്ലായിരിക്കും. അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതിയായിരിക്കും. എന്നാൽ ഞാൻ ഇത് ഈ ക്രാഫ്റ്റ് ലാൻഡ് മാപ്പ് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ലോങ് അവിടെ നിന്നും കുറച്ച് ഡാമേജ് കൊടുത്തു, പക്ഷെ അവൻ ചത്തില്ല ഗെയ്സ്. പിന്നെ ഒന്നുമില്ല, ഷോർട്ട് റേഞ്ച് കയറി അടിക്കാന്ന് വെച്ചിട്ട് ഡെസറിലുകൊണ്ട് കയറി പോകാൻ ഇവിടെ നോക്കി അടിയിട്ട് അവൻ്റെ തല പോലും കിട്ടിയില്ല. അവൻ വലുതായിട്ട് ഗോൾട്ട് കളിക്കുന്നില്ല. നിങ്ങൾക്ക് അവൻ്റെ വോയിസ് അവന്മാർ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ പറ്റില്ല. അമ്മ സംസാരിക്കാൻ ഇത്രയും ഗ്രൂവാൾ ഇടുന്നുണ്ടോ, നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോ അമ്മ എത്ര ഗ്രൂവാൾ ഇടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് അടിച്ചിട്ടുണ്ട് അവന്മാർ. എന്നിട്ട് അവന്മാർ ഒരു റൗണ്ട് എടുത്ത ഉടനെ അവന്മാർ ഈ പങ്ങനെ കളിയാക്കി. അതുകൊണ്ട് ഈ ഒരു റൗണ്ട് എടുത്ത ഉടനെ അവന്മാർ എന്തിനോ സംസാരിച്ചു. എനിക്ക് ഒന്നും നമ്മൾ പറഞ്ഞൊന്നും എനിക്ക് പിടികിട്ടില്ല. ബംഗാളിമാരാണ്, ഹിന്ദിക്കാരന്മാരാണ്, ഒന്നും തന്നെ എനിക്ക് പിടികിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കളിച്ചാൽ പോയി. എന്താണെന്നാലും അവനെ വെറുതെ വിടുന്നില്ല. അവന്മാർ എന്ത് സംസാരിച്ചായി നോക്കിയപ്പോൾ 6 എൻ്റെ കൂടെ സ്പെക്കിൽ എങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഒരുപാട് സ്പെക്കിലായിരുന്നു നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മുടെ ഫ്രണ്ട് കേസ് നമ്മളെ കളി കാണാൻ സ്പെക്കിൽ വന്നു നിൽക്കുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളൊന്ന് കളിക്കാന്ന് വെച്ചാൽ അവനും കൂടി വന്നുകൊണ്ട് എനിക്ക് മാസം കാണിച്ചേ പറ്റൂ. എൻ്റെ സ്കില്ലെല്ലാം പോയതാണ് അവൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ സെൻസിക്ക് കണ്ടുപിടിച്ചു, അതൊന്നും അവൻ അറിഞ്ഞില്ല ഞാൻ സെൻസിക്ക് കണ്ടുപിടിച്ച കാര്യമൊന്നും. ഇവൻ്റെ ഈ ഒരു ഒടുക്കത്തെ ക്യാരക്ടറിലാണ് എനിക്ക് ഗ്ലൂവാൾ പോലും ഇടാൻ പറ്റുന്നില്ല കേസ്. എന്തോന്ന് ക്യാരക്ടറിലാണ് കേസ്. പക്ഷെ BR ഇല്ല CS നല്ലതായിട്ട് ഉപകാരപ്പെടും ഈ ക്യാരക്ടർ സ്കില്ല്. ഞാൻ ഒന്നുമില്ല, ഗ്രൂവാളൊക്കെ ഇട്ട് മാക്സിമം ഗ്രൂവാൾ ഇട്ട് കളിക്കാൻ തന്നെ നോക്കും. മാക്സിമം അമ്മയ്ക്ക് റൗണ്ട് കൊടുക്കാതെ ഞാനിപ്പോൾ 2 റൗണ്ട് എടുത്തു, അവന്മാർ 2 റൗണ്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു റൗണ്ടും കൂടി ഞാൻ എടുക്കണം. ഇനി അവന്മാർ റൗണ്ട് എടുക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. അവന്മാർ ഇനി ഒരിക്കലും റൗണ്ട് എടുക്കൂല കേസ്. ഞാൻ പക്കായിട്ട് കളിക്കുന്നുണ്ട്. ഗ്രൂവാളിൽ തന്നെ HPയും കൂടി കയറുന്നുണ്ട്. എനിക്ക് നല്ലൊരു സപ്പോർട്ട് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടിയൊന്നും പിടിക്കുന്നില്ല. നേരെ മുകളിലോട്ട് പോകണം. കുറച്ച് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ച് പ്രാക്ടീസ് ഇല്ലായ ഇതിനേക്കാൾ വേറെ ലെവലായിട്ട് കളിക്കും. ഞാൻ പെട്ടെന്ന് 100 കൊടുത്തു കേസ്. 100 കൊടുത്തുകൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ അവൻ്റെ വേറെ ലെവൽ ഷോട്ടുകൾ അറിയാതെ എൻ്റെ ടെലിപ്പോർട്ട് കേട്ട് തന്നെ അമ്മിപ്പോയി കേസ്. പെട്ട അവസ്ഥയായി. ഓപ്പിലൊരായിട്ട് കയറി വന്ന് ഗണ്ണങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഡെസർട്ടയിലുണ്ട് ഒറ്റ ഷോട്ട്. വേറെ ലെവലൊരു ഷോട്ടാണ്. നിങ്ങൾ ആ ഷോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓരോ ഷോട്ടിനും നിങ്ങൾ ഓരോരുത്തരായിട്ട് ലൈക്ക് അങ്ങ് ചെയ്തേക്കുക. ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്നുമായിട്ട് വണ്ടി കണ്ണ് കളിച്ച് കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിച്ചേക്കൂ. തോൽവിയോ വിജയമോ അതൊന്നും എൻ്റെ ഇഷ്ടം എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല. ഇങ്ങനെയായിട്ടൊക്കെ വണ്ടി കണ്ണ് കളിക്കുന്നത് ഉറപ്പാണ്. ഞാൻ മാക്സിമം ഗ്രൂവാൾ ചില നേരം ഗ്രൂവാൾ വീഴുന്നില്ല. നേരെ ഒന്നും ഗ്രൂവാട് ഞാൻ ഇരുന്ന് പ്രതീക്ഷിക്കാൻ അത്ര കളിക്കാനൊന്നും കിട്ടുന്നില്ല. മാക്സിമം മൂവ്മെൻറ്റ് സ്പീഡ് ഇട്ട് കളിക്കാനാണ് ഞാൻ ശ്രമിക്കാൻ. കണ്ടിട്ട് ഈ സമയം ന്യൂബാക്കി ചെയ്യുന്നു. കാരണം ഇപ്പോൾ അവയിട്ട് ഗ്രൂവാൾ ഇടാൻ നോക്കിയപ്പോൾ അവൻ്റെ ക്യാരക്ടർ സ്കില്ലാണെങ്കിൽ ഗ്രൂവാൾ പോയി ഇടാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കുറച്ചങ്ങ് മാറി നിന്ന് ഗ്രൂവാളങ്ങനെയൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് ഡെസൈൻ കൊടുത്തു. അടി പിടിച്ചില്ല. അതിന് സ്പീഡ് ഡ്രാഗ് ചെയ്തു. ഒരുപാട് ഓവറായിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് പോയി. അങ്ങനെ ഡ്രാഗിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് മിക്ക ഷോട്ടും സിമ്പിളായിട്ട് അടിക്കാൻ പറ്റുന്ന ഷോട്ട് പോലും എനിക്ക് അടിക്കാൻ പറ്റാത്ത. മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ഓപ്പിലൊരു അടിക്കണം. ഇത് ലോങ് റേഞ്ച് നോക്കിക്കൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്. പിന്നെ ഡബിൾ ഷോട്ട് കൊടുത്തു, എന്നിട്ടും കൊണ്ടില്ല. പിന്നെ ചാടി കറങ്ങി ഒരു ഷോട്ട് കൊടുക്കാൻ വേണ്ടി അതും കൊണ്ടില്ല. അവൻ ചാടി പോകുന്ന ഒരു റൗണ്ടും അവ എടുത്തിട്ടുണ്ട്. 2-2 എന്ന് പറഞ്ഞ് ഞങ്ങൾ റൗണ്ടിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ മാസ് കാണാൻ പോകണം. ഇനി അവന് ഒരു റൗണ്ട് പോലും കൊടുക്കില്ല. ഈ ഹാക്കർ ലെവൽ ഗെയിം പ്ലേ ആയിട്ട് ഇനി കാണാൻ പോകണം. ഇനി പക്ക ഷോട്ടായിരിക്കും. അവൻ ചിന്തിക്കത്തില്ല. അവൻ ചിന്തിക്കാത്ത ഷോട്ടുകളായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറെ ലെവൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഷോട്ടുകളൊന്നും അടിച്ചിട്ടില്ല ഈ സീനെ. ഇനി അടിക്കാനും പോകണമെന്നാണ് തോന്നുന്നത്. ഇനി എപ്പോൾ നോക്കിയാലും ഇങ്ങനത്തെ ഷോട്ടുകളായിട്ട് ഇനി എനിക്ക് വരുന്നതെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവൻ വെളിയിൽ ഇറങ്ങി യുവമ്പിട്ട് കുത്തി പിടിക്കാനാണ്. യുവമ്പിയാണ് തോന്നുന്നു. ഇത് കുത്തി പിടിച്ച് തീർക്കാൻ വെച്ചപ്പോൾ പക്ഷെ പറ്റില്ല കേസ്. ചെറുക്കന് പാടിപ്പോയി. ചെറുക്കൻ്റെ ബുദ്ധി വർക്കൗട്ടായില്ല. ഞാൻ ഒന്നും നോക്കില്ല. ഒരു പ്ലാനും ഇല്ലാതെയാണ് കേസ് ഞാൻ കളിക്കുന്നത്. ഞാൻ സാധാരണ പ്ലാൻ ചെയ്തിട്ടാണ് കേസ് ഏത് കസ്റ്റമറും കളിക്കുന്നത്. പക്ഷെ പ്ലാൻ ചെയ്ത് കളിച്ചിട്ട് എനിക്ക് ജയിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ പ്ലാൻ ഇല്ലാതെ ഞാൻ കളിക്കുമ്പോൾ ഉണ്ടല്ലോ കേസ്, ഞാൻ ചുമ്മാ അങ്ങ് നിന്ന് അവൻ എന്തിനാണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഇവിടെ വെറുതെ നിന്നു നോക്കിയപ്പോൾ അവൻ എൻ്റെ സ്പെഗിലുണ്ടായിരുന്നവൻ പോയി കേസ്. ഇവൻ എന്താ എൻ്റെ കളി ഇഷ്ടമില്ല.
അവൻ അവിടെ വെയിറ്റ് ചെയ്തൊന്ന് എന്നെ അടിക്കാനാണ് കേസ് നോക്കി. ഞാൻ പെട്ടെന്ന് തന്നെ ആ കവർ പിടിച്ച് ഓടിക്കളഞ്ഞ് ഗ്ലൂവാളൊന്നും വീഴുന്നില്ല. അവൻ്റെ ക്യാരക്ടർ സ്കില്ല് കൊടുക്കട്ടെ. ഞാൻ പെട്ടെന്ന് ഗ്ലൂവാൾ ഇട്ടുകൊണ്ട് കൊള്ളാൻ കേസ്, അല്ലെങ്കിൽ അവൻ എന്നെ വണ്ടാ പിടിച്ചങ്ങ് തീർത്തേന്. ഞാൻ മാക്സിമം കെയർഫുള്ളായിട്ട് ഞാൻ കളിക്കുകയാണ്. അവൻ ജമ്പ് ചെയ്ത് അവൻ ഗ്ലൂവാൾ പോലും മിസ്റ്റർക്കാൻ ഗ്ലൂവാൾ പോലും ഇടാതെയാണ് കളിക്കുന്നത്. അവൻ ഗ്ലൂവാൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഗ്ലൂവാൾ ഇടണോ വേണ്ടതെന്ന് ആലോചിച്ചു. പക്ഷെ എനിക്ക് ഗ്ലൂവാളിന് പ്രാക്ടീസ് വേണം. ഈ സെൻസിലാണ് എനിക്ക് ഗ്ലൂവാളൊക്കെ ഒന്ന് ഒത്തിരി സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ഗ്ലൂവാൾ ഇട്ട് കളിക്കുന്നത്. അല്ലെങ്കിൽ ഗ്ലൂവാൾ ഇല്ലാതെ തന്നെ കളിച്ച് അവനെ അടിച്ചങ്ങ് ഉറക്കേനെ. അറിയാതെ കഴിഞ്ഞിട്ട് ഗ്ലൂവാളൊക്കെ ഇല്ല സോറി ടെലിപ്പോർട്ട് അവൻ പോയി. എൻ്റെ മോനെ അതൊരു നല്ലൊരു ട്രിക്കായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ ഒരു പ്ലാനും ഒന്നും ചെയ്തില്ല. എൻ്റെ കൈ അറിയാതെ അതൊക്കെ അമങ്ങിപ്പോയതാണ് ഞാൻ ടെലിപ്പോർട്ട് അടിച്ച് ബാക്കിലോട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഡെസേർട്ടിലുള്ളൊരു ഷോട്ട് ആ ഷോട്ട് ഇങ്ങനെ താഴേക്കെങ്കിലും ഞാൻ അത് ആ ഷോട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാതെ നടന്ന ഒരു ഷോട്ടായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആ ഷോട്ട് കയറുമെന്ന്. ഞാൻ എന്ത് ചെയ്തു, അവൻ ഇറങ്ങി വരുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഞാൻ കിട്ടുകൊണ്ടിരിക്കുകയാണ് വേറെ ലെവലായിട്ട് ഇങ്ങോട്ടൊക്കെ ഇട്ട് നൈസായിട്ട് മാസം കാണിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് വെച്ച് അങ്ങനെ ഇങ്ങോട്ട് മാസമായിട്ട് ഇട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ ചെറുക്കൻ ന്യൂബൊക്കെ ചെയ്യുന്നു. ഡെസേർട്ടിൽ കൊടുക്കാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് ഫോണൊന്ന് ഹാങ്ങായി. റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഫോൺ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഹാങ് ആവുന്നുണ്ട്. എന്നാലും എനിക്ക് കുഴപ്പമില്ല കളിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേസ്. ഞാൻ ഫോണിൽ കുറച്ച് ഇതൊക്കെ ഓഫ് ചെയ്ത് വെച്ചു കേസ്. എന്ന് വെച്ചാൽ കുറേ മൂഡുകളുണ്ടല്ലോ കേസ്, മറ്റേ ആവശ്യമില്ലാത്ത മറ്റേ ആനിമേഷൻ മോഡ് അതൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് കണ്ടില്ലേ കേസ് പെട്ടെന്ന് അവിടെ സ്റ്റക്കായി കണ്ടില്ലേ. അതാണ് കേസ് കുഴപ്പം, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുന്നുണ്ട്. പിന്നെ കേസ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ല, അത് പിന്നെ പറയാൻ പറ്റും. ലാസ്റ്റത്തെ കാര്യമില്ലേ ഇപ്പോഴേ പറഞ്ഞ് വെറുതെ എന്താ. അപ്പോൾ കളീൻ്റെ റിസൾട്ട് കിട്ടി. നിങ്ങൾ മാക്സിമം ഈ കളി ഫുള്ളായിട്ട് മാറ്റി ഗീസ്. അത് കണ്ടായിരുന്നു ഗീസ്, വേറെ ലെവലൊരു ഷോട്ടായിരുന്നു ഗീസ്. ഓപ്പിലൊരു ഷോട്ട്. അവനെ ഒരു റൗണ്ട് പോലും എടുത്തില്ല, നമ്മളെടുത്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഓർമ്മ ക്ലിക്ക് ചെയ്ത് നമ്മളാക്കാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുമെന്നവരേക്കും ഓക്കെ. ബെൻ ഗെയിമിംഗ് സൈനിങ് ഓഫ്.